ഞങ്ങളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി റേഷൻ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ നിർദ്ദേശിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്ന് പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ കൺട്രോളറായിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥനെ അവരെ മൂന്നംഗങ്ങളെ ചുമതലപ്പെടുത്തി അവർ സംഘടനകളുമായും വ്യക്തികളുമായി ആശയവിനിമയം നടത്തി ആ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശമടങ്ങിയ റിപ്പോർട്ടാണ് നൽകിയത്. അതിൽ 20 നിർദ്ദേശങ്ങളാണുള്ളത്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 18 നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇത് സാമ്പത്തിക വിഷയം പ്രയാസങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് എടുക്കാത്തത്. അവരുടെ നിർദ്ദേശവും സംഘടനകളുടെ ഡിമാൻഡും ഒരുമിച്ച് വെച്ച് ചർച്ച ചെയ്യും. നമുക്ക് ഏത് മാസത്തിനുള്ളിൽ എന്നുള്ള ഒരു വാക്ക് അവർ ഉന്നയിച്ചു. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ മാർച്ച് മാസം തുടങ്ങിയാൽ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. 30 എന്നാണോ എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് മാർച്ചിൽ ചർച്ച തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. പ്രായോഗികമായി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന രീതിയുണ്ടല്ലോ, അത് നമുക്ക് ആലോചിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ തന്നെ ചില കടകൾ വളരെ നോമിനലായിട്ടുള്ള വിൽപ്പന മാത്രം നടക്കുന്ന കടകളുണ്ട്. അതൊക്കെ തുടർന്ന് പോകണ്ടയോ എന്നുള്ള കാര്യം അടക്കം ആ ലൈസൻസുകൾ ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനൊരു വലിയ ബാധ്യത നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കടകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അതിന് സഹായകമാവുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ പീരീഡിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണം സ്റ്റോർ. ഇതുപോലെ വരുമാന മാർഗം തീരെ ഇല്ലാത്ത കടകൾക്ക് സ്റ്റോർ ആരംഭിച്ചാൽ അതിലൂടെ അധിക വരുമാനം ലഭിക്കുന്ന ഒരു സാധ്യത ഗവൺമെൻറ് തുറന്നു കൊടുത്തു. ആദ്യം അവർക്കത് മനസ്സിലായില്ലെങ്കിലും ഇന്നിപ്പോൾ 1700 കടകൾ സ്റ്റോറായി മാറി. 13,000 മുതൽ 15,000 വരെ അധിക വരുമാനം ലഭിക്കുന്ന കടകളായി ആ കടകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 2,500 കടകൾ സ്റ്റോറാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഈ നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ വരുമാനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പുതിയ വരുമാന മാർഗം കൂടെ ആലോചിക്കാം. മുമ്പാണെങ്കിൽ റേഷൻ കടയിൽ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ ഈ 4 ഉൽപ്പന്നമല്ലാതെ മറ്റൊരു ഉൽപ്പന്നം വിറ്റാൽ നടപടിയാണ്. ആക്ട് അനുസരിച്ച് നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. ഇന്നിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിൽക്കാൻ കഴിയുന്ന കേന്ദ്രമായി സ്റ്റോർ മാറിയിരിക്കുകയാണ്. അപ്പം പുതിയ വരുമാന മാർഗങ്ങൾ അത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ലൈസൻസി ആ വഴികൾ കൂടി തേടണം.